ഈ ലോകകപ്പിൽ ഒരുപക്ഷെ 300-ന് മുകളിൽ സ്കോർ ചെയ്യുന്ന ടീം ഇന്ത്യയാകും എന്നായിരിക്കും ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ പലരും പ്രതീക്ഷിച്ചത്. തുടക്കം മുതൽ ഒടുക്കം വരെ കൂറ്റനടിക്കാർ ചേർന്ന ഒരു ടീമിൽ നിന്ന് അത്രയേറെ പ്രതീക്ഷിച്ചാലും അവരെ തെറ്റുപറയാനാകില്ല. പക്ഷേ കൊട്ടിയാഘോഷിക്കപ്പെട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിര കടലാസിലെ പുലികളാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ടീം ടോട്ടൽ 200 പോലും കടന്നത് ഒരൊറ്റ തവണ. ഗ്രൂപ്പ് ഘട്ടത്തിലെ മുഴുവൻ മത്സരങ്ങളും ജയിച്ചെങ്കിലും അസോസിയേറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രതീക്ഷിച്ചത്ര ആധികാരികമായിരുന്നില്ല ആ വിജയങ്ങളൊന്നും. ഫലമോ സൂപ്പർ 8-ലെ ആദ്യ കളിയിൽ പേടിച്ചത് തന്നെ സംഭവിച്ചു. ഇന്ത്യൻ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് കളിമെനഞ്ഞ ദക്ഷിണാഫ്രിക്കയോട് വമ്പൻ തോൽവി. ഇപ്പോഴിതാ സിംബാബ്വേയെ വിൻഡീസ് 1 മാർജിനിൽ തോൽപ്പിച്ചതോടെ ഇന്ത്യയുടെ സെമി സാധ്യതകൾ നോക്കാൻ ആരാധകർ കാൽക്കുലേറ്റർ കയ്യിലെടുക്കേണ്ട അവസ്ഥയായി. സെമി കടമ്പയിലേക്ക് ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത് 2 എതിരാളികൾ. കരുത്തരായ വിൻഡീസും ഈ ലോകകപ്പിൽ കറുത്ത കുതിരകളാക്കാൻ മുന്നേറുന്ന സിംബാബ്വേയും. പക്ഷേ ഇരുവർക്കെതിരെയും ജയം നേടിയാൽ പോലും ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാനാകില്ല എന്നതാണ് സ്ഥിതി. ഗ്രൂപ്പിലെ മറ്റു ടീമുകളുടെ മത്സരഫലം കൂടി നോക്കിയാകും ഇന്ത്യയുടെ ഭാവി. അടുത്ത 2 കളി ജയിക്കുകയും ഒപ്പം ദക്ഷിണാഫ്രിക്ക കനിയുകയും കൂടി ചെയ്താൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ഇനിയുള്ള 2 മത്സരവും ദക്ഷിണാഫ്രിക്ക വിജയിച്ചാൽ 1-ാം സ്ഥാനക്കാരായി ദക്ഷിണാഫ്രിക്കയും 2-ാം സ്ഥാനക്കാരായി ഇന്ത്യയും സെമിയിൽ കടക്കും. ഇനിയൊരു പക്ഷേ ദക്ഷിണാഫ്രിക്ക ഒരു കളിയിൽ തോൽക്കുകയും ഇന്ത്യ 2 കളി ജയിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ സങ്കീർണമാകും. വിൻഡീസാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്നതെങ്കിൽ ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും വിൻഡീസിനും 4 പോയിന്റ് വീതമാകും. നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനമാക്കിയാകും പിന്നീട് സെമി ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുക. നിലവിൽ ദക്ഷിണാഫ്രിക്കയും വിൻഡീസും നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ദക്ഷിണാഫ്രിക്കയോട് വലിയ തോൽവി തോറ്റ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് -3-ലാണ് കിടക്കുന്നത്. ശേഷിക്കുന്ന 2 കളികളിലും കൂറ്റൻ വിജയം നേടിയാൽ മാത്രമേ നെറ്റ് റൺ റേറ്റിൽ തട്ടി ഇന്ത്യ വീഴാതിരിക്കൂ. ഇനി ഇന്ത്യ ഒരു കളിയിൽ മാത്രമാണ് ജയിക്കുന്നതെങ്കിൽ സെമിയിലേക്ക് നേരിയ സാധ്യത മാത്രമേ അവശേഷിക്കൂ. സാധ്യതകൾ ഇങ്ങനെയാണ്: ദക്ഷിണാഫ്രിക്ക 3 കളികളിൽ ജയിക്കണം. ഇന്ത്യ തോൽപ്പിക്കുന്ന ടീം വിൻഡീസ് ആയിരിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കും വിൻഡീസിനും സിംബാബ്വേക്കും 2 പോയിന്റ് വീതമാകും. അവിടെയും നെറ്റ് റൺ റേറ്റ് വിധി എഴുതും. മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് സെമിയിൽ കടക്കാനാകും. ഇനിയൊരു പക്ഷേ 3 കളികളും വിൻഡീസാണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ സാധ്യത മങ്ങും. ഇന്ത്യ സിംബാബ്വേയെ തോൽപ്പിക്കുകയും സിംബാബ്വെ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുകയും ചെയ്താൽ മാത്രമേ പിന്നീട് ഇന്ത്യക്ക് സാധ്യതയുള്ളൂ. അതും റൺ റേറ്റിൽ മുന്നിലെത്താൻ സാധിച്ചാൽ മാത്രം. ഏതായാലും അവശേഷിക്കുന്ന 2 കളികളിലും കൂറ്റൻ വിജയം നേടുക എന്നതാണ് സെമി സ്വപ്നത്തിലേക്ക് ഇന്ത്യക്കുള്ള എളുപ്പവഴി. അതിന് സാധിക്കാത്തവരല്ല നിലവിലെ ഇന്ത്യൻ ടീം. എന്നാൽ അതിന് ടീമിലും പ്ലാനിങ്ങിലും അല്പം മാറ്റങ്ങൾ വേണ്ടിവരുമെന്ന മുറവിളി ശക്തമാണ്. ഇതുവരെയുള്ള മത്സരങ്ങളിലെല്ലാം ഓസ്പിൻ കെണിയിൽ വീണ ഇന്ത്യൻ ഓപ്പണിംഗ് കോംബോ അമ്പേ പരാജയം സമ്മതിച്ചതാണ്. ഇതോടെ സിംബാബ്വേക്കെതിരെയുള്ള അടുത്ത കളിയിൽ മലയാളി താരം സഞ്ജു സാംസന് നറുക്കുവീഴുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഓസ്പിൻ കെണി മറികടക്കാൻ വലങ്കൈ ബാറ്റർമാരെ ആഡ് ചെയ്യുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏക പോംവഴി. അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷനായി സഞ്ജു പ്ലേയിങ് 11-ലെത്തും. മോശം ഫോമിലുള്ള അഭിഷേക് ശർമ്മയോ മെല്ലപ്പോക്ക് ശീലമാക്കിയ തിലക് വർമ്മയോ ഫിനിഷിംഗ് മറന്ന റിങ്കു സിംഗിന് പകരക്കാരനായോ സഞ്ജു ടീമിലെത്താം. ഇനിയൊരു തോൽവി കൂടി ഏറ്റുവാങ്ങിയാൽ ലോക കിരീടം വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നതിനാൽ തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.